കല്യാണത്തിന്റെ മുൻപും പിൻപുമുള്ള അന്വേഷണങ്ങൾ, വിവാഹത്തിന് വേണ്ട മറ്റു കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു തരും. പണം വാങ്ങിച്ച് നാട് വിട്ടുപോയ ആൾക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു തരും. നിയമപരമായ നടപടിയെടുക്കാൻ ഞങ്ങൾ സഹായിക്കും. ഞങ്ങളുടെ ഈ സേവനം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ലഭ്യമാണ്. എല്ലാ വിവരങ്ങളും വളരെ രഹസ്യമായിരിക്കും. ബെഡ് റോക്ക് ഡിറ്റക്റ്റീവ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഫോൺ 7299909999. പാലക്കാട് മണ്ഡലത്തിന്റെ മനസ്സറിയാൻ N4 ന്യൂസ് നടത്തിയ ചോദ്യവേളയിൽ സമ്മിശ്ര പ്രതികരണവുമായി വോട്ടർമാർ. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് ചോദ്യവേളയിൽ സമ്മിശ്ര പ്രതികരണമാണ് വോട്ടർമാർ പങ്കുവച്ചത്. സിറ്റിംഗ് MP എന്ന നിലയിൽ VK ശ്രീകണ്ഠൻ ആവർത്തിക്കുമെന്നും അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കുമെന്നും വോട്ടർമാർ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ രാഹുൽ തരംഗം ഇല്ലാത്തതിനാൽ ഇടതു സ്ഥാനാർത്ഥി A വിജയരാഘവൻ വിജയിക്കുമെന്ന് ചിലരും അഭിപ്രായപ്പെട്ടു. പെൻഷൻ തുക, പെട്രോൾ വിലവർദ്ധനവ്, കേന്ദ്ര സർക്കാർ നയവും വോട്ടർ ചർച്ച ചെയ്യുന്നു. കേരളത്തിൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ ഇടതുപക്ഷം പിടിക്കുമെന്നും വോട്ടർമാർ അഭിപ്രായപ്പെട്ടു. ഇവിടെ മുൻതൂക്കം ശ്രീകണ്ഠനിക്കാണ് കാണുന്നത്. ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീകണ്ഠൻ ജയിക്കുന്നതിനാണ് ഭൂരിപക്ഷം ആൾക്കാരെ അഭിപ്രായം. ഇന്ത്യ അഭിപ്രായം തന്നെയാണ്. സിറ്റിംഗ് MP വീണ്ടും വരാനാണ് സാധ്യത. സിറ്റിംഗ് MP വരാൻ അവന്റെ പ്രവർത്തനങ്ങൾ നന്ന്, അവന് പൊതുവെ എല്ലാവരോടും അങ്ങനെ നല്ല സൗമ്യമായിട്ട് ഒരു പെരുമാറുന്ന ഒരാളാണ്. അതുകൊണ്ട് അവൻ തന്നെ വീണ്ടും വരുന്നുള്ളതാണ് എല്ലാവരും മനസ്സിലിരിപ്പ്. അതാണ് ഞാനും പറയുന്നത് തന്നെയാണ്. അവന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം കുറയാൻ സാധ്യതയല്ല. നമ്മുടെ കേരളത്തിലെ പൊതു അന്തരീക്ഷം എങ്ങനെ തോന്നുന്നു? പൊതു അന്തരീക്ഷം UDF-നാണ്. പൊതു അന്തരീക്ഷം എത്ര സീറ്റ് പറയാം? ഞാൻ പറയുകയാണെന്നുവെച്ചെങ്കിൽ ഒരു 16 സീറ്റ് 16 സീറ്റ് കുറയാതെ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഉറപ്പ്. കേരളത്തിലെ അന്തരീക്ഷം എങ്ങനെ പറയാം? കേരളത്തിലെ അന്തരീക്ഷം UDF ആരാ രാജ്യത്തിൽ ആര് വരും? അധികാരത്തിൽ വരുന്നതാണ് ഉദ്ദേശിക്കുന്നത്? അധികാരത്തിലെ ഐക്യമുന്നണി മറ്റേ ഇന്ത്യ മുന്നണി വരും. പക്ഷെ അവർ ഐക്യമില്ലായ്മ വളരെ വളരെ ചർച്ച ചെയ്തിട്ടുണ്ട്, വാർത്തകൾ കേട്ടാണ്. അപ്പോൾ അല്ല, നരേന്ദ്രമോദി തന്നെ വീണ്ടും വരുന്നുണ്ടോ? ആഗ്രഹം. അപ്പൊ കഴിഞ്ഞ വർഷത്തെ തരംഗം ഇല്ലാന്നാ പറയണേ. എന്തായാലും ഉണ്ടാവും. ഇല്ല. കേരളത്തിലോ? കേരളത്തില് കഴിഞ്ഞ പ്രാവശ്യത്തെ എന്തായാലും UDF കിട്ടണ്ടാവില്ല, കിട്ടണ്ടാവില്ല. VK ശ്രീകണ്ഠന് സാധ്യത ഇല്ലാന്നാ പറയണേ. സാധ്യത ഇല്ലാന്നുള്ളതല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതില്ല. ഒരാരോപണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? രണ്ടാളും ഒരു മുന്നണിയിലാണ്, ഇന്ത്യ മുന്നണിയിലാണ്. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതിപ്പോ ഇവിടുന്ന് പാരി ജയിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ മത്സരം സൗഹൃദ മത്സരമാണെന്നാ പറയണല്ലേ? സൗഹൃദ മത്സരം തന്നെ പറഞ്ഞു. ഭൂരിപക്ഷമൊക്കെ പറയാനുണ്ടോ? ഭൂരിപക്ഷത്തിനെ പറ്റിയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇല്ല. എന്തുകൊണ്ടാണ്? ഭൂരിപക്ഷം കിട്ടുന്നുള്ള ഞങ്ങളുടെ ഒരു പ്രതീക്ഷയുണ്ട്. ജയരാജൻ ജയിക്കുന്നുള്ള തന്നെയാണ് എല്ലാവരും ഒരു തീരുമാനം. സംസാരം അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ മൊത്തത്തിലോ? കേരളത്തിൽ മൊത്തത്തിൽ ഒരു തരംഗമായിരിക്കും. അത് പറയാൻ പറ്റില്ല, ഈ ഇലക്ഷനിൽ പറയാൻ പറ്റാത്ത കണ്ടീഷൻ. അങ്ങനെ പല കാരണങ്ങൾ എന്താണ്? അല്ല, കാരണം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, പലതരത്തിലും പല പ്രശ്നങ്ങളും കൊണ്ട് നമ്മൾ പ്രധാനമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് പെട്രോൾ വില. അത് ചേട്ടനെ കുറിച്ച് എന്താ അഭിപ്രായം? അത് ഞങ്ങൾക്ക് നല്ലൊരു അടി തന്നെയാണ്. കാരണം ഈ എണ്ണ വില അങ്ങനെ ദിവസം തോറും കൂടി വരും, സ്വർണ്ണത്തിന് വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഈ ഹോട്ടലില്ലായ്മയും എൻ്റെ എല്ലാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 50 രൂപയ്ക്ക് പെട്രോൾ തരും പറഞ്ഞ അധികാരത്തിൽ ഒരു 10 വർഷമായി. അതൊന്നും അത് വാഗ്ദാനം മാത്രമല്ലേ ഉള്ളൂ, ആർക്കും അത് പ്രാബല്യത്തിൽ വരുത്താൻ പറ്റുന്നില്ലല്ലോ. പിന്നെ വോട്ട് പിടിക്കാൻ വരുന്ന പലരും പലതരത്തിലാണ് പറയുന്നത്. അതൊന്നും ഇപ്പം എല്ലാം നടപ്പാന്ന് വരില്ല. UDF-ന് അനുകൂലമാണ്. സിറ്റിംഗ് MP ആവർത്തിക്കുന്ന പറയുന്നത്. കാരണം എന്താ? സാധ്യത എന്താണ്? ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മോശമാണ്, ജനകീയനല്ല. അദ്ദേഹം മുൻ MP ആയ വ്യക്തിയാണ്, ബ്യൂറോ മെമ്പറാണ്. അതുകൊണ്ട് തന്നെ പറയണത്. എന്തുകൊണ്ടാണ് അത്? പക്ഷേ വേറെ ആരോപണം കൂടെ വരുന്നതേ ഒരേ മുന്നണിയിൽപ്പെട്ട ആളുകളാണെന്നാണ് പറയുന്നത്. VK ശ്രീകണ്ഠന് വിജയരാഘവൻ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ആളുകളാണെന്നാണ് പറയുന്നത്. അത് ഇവിടെ ഇല്ലുള്ളൂ. ഇവിടെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇവർ തന്നില്ല കൂടുന്നത്. കേരളത്തിൽ മാത്രമല്ല പ്രശ്നം. അതെ അല്ലേ? കേരളത്തിൽ ഇവിടെ BJP-നെ എതിർക്കുന്നില്ല, മാശിപ്പാട്ടി കോൺഗ്രസിനെ എതിർക്കുന്നുള്ളൂ. ശ്രീകണ്ഠന് മുൻതൂക്കം കാണുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? അത് അവൻ്റെ മരണം എല്ലായിടത്തും തന്നിട്ടുണ്ട്, വെറുതെ ഇരുന്നിട്ടില്ല. എല്ലായിടത്തും ആ സമയത്ത് വന്നിട്ടുണ്ട്. അവിടുന്ന് കിട്ടിയതെല്ലാം പരിമിതികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള സഹോദരിയെ വിജയരാഘവൻ പമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സാഹചര്യമല്ല ഇപ്പം നിലവിൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്.
കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ ഒരു രാഹുൽ ഗാന്ധിയുടെ ഒരു കേന്ദ്രത്തിൽ നിന്നുള്ള വരവും പിന്നെ ഒരു മൂന്നാം മുന്നണി രൂപീകരിച്ച് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ നിന്നും അതുണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡ് മാറി ഇപ്പോൾ നല്ല ഒരു ഇടതുപക്ഷത്തിൻ്റെ നല്ലൊരു സാഹചര്യമാണ്. സിറ്റിംഗ് എം പിയാണ് എതിരായിട്ട് മത്സരിക്കുന്നത്. അതെ, സിറ്റിംഗ് അതിനെക്കുറിച്ച് കൂടെ അത് പിന്നെ അവർ കഴിഞ്ഞ പ്രാവശ്യം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം അവർ 19ാമത്തെ സീറ്റാണ് ശരിക്കും. പിന്നെ ശ്രീകണ്ഠൻ്റെ ഒരു എന്തോ ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് അയാൾ ജയിച്ചത്. ആർക്കാണ് മുൻതൂക്കം എ വിജയരാഘവൻ. കാരണം എന്താ? കാരണം എന്ന് വെച്ചാൽ എ വിജയരാഘവന് മുന്നേ ഇവിടുന്ന് ജയിച്ചു പോയ ഒരാളാണ്. മാത്രമല്ല അയാൾ രാജ്യസഭാംഗമായിട്ടും പാർലമെന്റിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പിന്നെ എല്ലാ രീതിയിലും ഈ പാലക്കാടിനെ പ്രതിനിധീകരിക്കാൻ എ വിജയരാഘവന് പാർലമെന്റിൽ ഈ മണ്ഡലത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അതുകൊണ്ട് എ വിജയരാഘവനാണ് അദ്ദേഹത്തിനെതിരായി നിൽക്കുന്നത്. ആര്? സിറ്റിംഗ് എം പിയാണ് എതിരായി നിൽക്കുന്നത്. അല്ല, സിറ്റിംഗ് എം പി ആണ് അതൊക്കെ. പക്ഷേ ഇതിന് മുന്നേ നമ്മുടെ എം പിമാരൊക്കെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള എം പിമാരായിരുന്നു. നല്ല രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളും രാജ്യസഭാംഗം നിലനിൽക്കും. പിന്നെ എ വിജയരാഘവൻ ഇന്ത്യക്ക് മാതൃകയായിട്ട് അതേപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിനനുസരിച്ചുള്ള രൂപത്തിൽ എല്ലാ കാര്യങ്ങളും നീക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എ വിജയരാഘവന് ഒരു സംശയമില്ലാത്ത രൂപത്തിൽ ഇവിടെ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും പാലക്കാട് നിയോജക